ഇവരെയൊക്കെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരും. അപ്പോൾ ഇവർ വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യും? അവരിങ്ങനെ അതും ഇതൊക്കെ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെ പറയും, ഈ വീടിൻ്റെ ദർശനം മാറ്റണം എന്നൊക്കെ പറയും. ഈ വീട്ടിൽ ഈ ദർശനം ഇങ്ങനെ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്ര ജോലി ചെയ്തിട്ടും ഒന്നും കിട്ടാത്തത്. പണ്ട് ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഒരു കുളമുണ്ടായിരുന്നു. അതെ, ആ കുളത്തിലേക്കാണ് നിങ്ങൾ പണിയെടുക്കുന്നതെല്ലാം പോകുന്നത്. അതുകൊണ്ട് ഈ വാതിൽ ഇവിടെ നിന്നും അങ്ങോട്ട് മാറ്റണം. അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ കാര്യമൊക്കെ പറയും, ബാത്റൂം കന്നിമൂലയിലാണ് അല്ലെങ്കിൽ അവിടുത്തെ മൂലയിലാണ്, അതൊക്കെ എടുത്ത് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് അവർ കടന്നു വരും. അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും കെമിക്കലുകളുമായിട്ടൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട. നല്ലൊരു കുമ്പസാരം മതിയെന്നേ. നല്ലൊരു കുമ്പസാരമുണ്ടോ? കർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് എൻ്റെ ദൈവമേ, സംഭവിച്ചു പോയി, വീണുപോയി, ഞാൻ എൻ്റെ ഹൃദയവാതിലൊന്ന് തുറന്നു കൊടുത്തു പോയി, ആ പാപമെന്ന ആ മൃഗം എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു പോയി, ഞാൻ എൻ്റെ സഹജനെതിരായിട്ട് തിന്മ ചെയ്തു പോയി, ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. പതുക്കെ പതുക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രകാശകിരണങ്ങൾ കടന്നു വരുന്നത് കാണാൻ സാധിക്കും. അതിന് പകരം നമ്മൾ ഇങ്ങനെ പോയി ഓരോരുത്തരുടെയും മുമ്പിൽ പോയി നിന്നിട്ട് നമ്മൾക്ക് വിജയം കിട്ടുന്നില്ല, മനസ്സിലാകുന്നില്ല. കുടുംബത്തിൻ്റെ അകത്ത് നിരന്തരം വഴക്കാണ്, പ്രശ്നമാണ്. ഒരു കാര്യം ഓർക്കണം, ഒരു ഇടത്തിൻ്റെ വൈബ്രേഷൻ, ഒരു ഇടത്തിൻ്റെ ആ ആത്മീയമായ തരംഗങ്ങളെ നിശ്ചയിക്കുന്നത് നമ്മുടെ ഭാഷയാണ് എന്ന കാര്യം ഓർക്കണം കേട്ടോ. ചില ഭവനങ്ങളിലേക്ക് നമ്മൾ കയറി ചെന്ന് കഴിയുമ്പോൾ അവിടെ നിന്ന് ചാടി ഓടി രക്ഷപ്പെട്ട് ഇറങ്ങി പോകാൻ തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ്? വ്യക്തിപരമായി എനിക്ക് പലയിടങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിൽ അല്ലെങ്കിൽ ചില വ്യക്തികളോട് സംസാരിക്കുമ്പോൾ വളരെ നെഗറ്റീവ് എനർജി അവരിൽ നിന്ന് നമ്മളിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താ? ഉള്ളിൽ തിന്മയാ. ചില ഇടങ്ങളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മളെ വിളിപ്പിക്കുകയാ, അച്ഛാ വീട്ടിലേക്ക് വന്ന് വെഞ്ചരിക്കുന്നൊക്കെ പറഞ്ഞുതരും. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതി എന്നൊരു ചിന്ത വരും. കാരണം എന്താ? അവിടെയുള്ള ഭാഷ അത് അസഭ്യങ്ങളും അശ്ലീലതയും കൊണ്ട് നിറഞ്ഞതാണ്. കാരണം എന്താണെന്നോ? ഭാഷ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ നാവിൽ നിന്നും അസഭ്യങ്ങളും അശ്ലീലതകളും കടന്നു വരുന്നത്. നമ്മുടെയുള്ള പദങ്ങൾ, നമ്മുടെ വാക്കുകളാണ് ഒരു ഇടത്തിൻ്റെ എനർജിയെ നിശ്ചയിക്കുന്നത്. നമ്മുടെ കുടുംബത്തിലെ എനർജി എന്താണ്? ഒരു വ്യക്തി മതി, അസഭ്യമോ അശ്ലീലമോ പറയുന്ന ഒരു വ്യക്തി മതി, ആ കുടുംബത്തിൽ നിന്നും ദൈവികമായ എനർജി അങ്ങ് പോകുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ സഭ നിരന്തരം പറയുന്നത്, അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കുമ്പസാരിക്കൂ. അറ്റ്ലീസ്റ്റ് എന്ന് പറയുന്നതാണ് ഒരു പ്രാവശ്യമെങ്കിലും കർത്താവേ പറ്റിപ്പോയി, എൻ്റെ ദൗർബല്യത്തിൽ ഞാൻ വീണുപോയി എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഭാഷയെയാണ് നമ്മൾ ശുദ്ധമാക്കുന്നത്. കുടുംബങ്ങളിൽ കൈവപ്പ്, തല്ലുപിടുത്തം, അടി, ഇടി, പിടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാകായ്മയുടെ അതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് കയ്യേറ്റം. കയർക്കുക, കയ്യേറ്റം ചെയ്യുക, പിന്നീട് സംഭവിക്കുന്നത് കൊല. മൂന്നാമത് കൊലപാതകമാ. ഓരോ കുടുംബത്തിൻ്റെയും തകർച്ചയുടെ കാരണം അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആദ്യ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ നിന്നും അവരിൽ നിന്നും ആർക്കൊക്കെയോ ഭാഷ നഷ്ടപ്പെട്ടു പോയി. അവരിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നിർജീവമായി. അവൻ മനുഷ്യനല്ലാതായി മാറി, അവനല്ലെങ്കിൽ അവളൊരു മൃഗമായി മാറി. പ്രിയപ്പെട്ടവരെ, മൃഗങ്ങൾ നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പരിശുദ്ധാത്മാവ് ശിഷ്യനിൽ ആവസിച്ചിറങ്ങി
തിരിച്ചിറങ്ങി വന്ന ആ നിമിഷം അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്. അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ പറയുകയാണ്, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഭാഷണവരം, ഭാഷാവരം എന്നല്ല പറഞ്ഞിട്ടുള്ളത്, ഭാഷണവരം എന്നൊരു സംഗതിയുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ആദ്യ ദാനമാണത്. ഭാഷണം, സംസാരിക്കാൻ സാധിക്കുക, മനസ്സിലാക്കാൻ പറ്റുക, ആശയവിനിമയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുക എന്നതാണ്. ഈ ഭാഷണവരം ആത്മാവിൻ്റെ ആദ്യ പ്രത്യേകതയാ. ഇത് തന്നെയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നോക്കുക, കാരണം പാപം നമ്മളിൽ നിന്നും എടുത്തു മാറ്റുന്നത് ആദ്യം നമ്മളുടെ ഭാഷയായിരിക്കും എന്നതാ. നമ്മുടെ ഭാഷയാ നമ്മളിൽ നിന്നും പാപത്തിൻ്റെ ആദ്യ അനന്തരഫലം അതാ. അപ്പോൾ ചോദിക്കും, പാപം എന്ന പദം ആദ്യം വന്നിട്ടുള്ളത് എവിടെയാ? ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാമത്തെ വചനം, 4-ാം അധ്യായം 7-ാമത്തെ വചനത്തിലാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യമായിട്ട് പാപം എന്ന വാക്ക് കടന്നു വരുന്നത്. അത് ആരാണ് പറയുന്നതെന്നോ? ഒരു കുടുംബത്തിലെ പശ്ചാത്തലം അവിടെയുണ്ട്. ഒരു സഹോദരനോട്, ഒരു മകനോട്, കായേനോടാണ് ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്. എപ്പോഴാണ് ദൈവം പറയുന്നത്? ഇവർ രണ്ടുപേരും കൂടി ഒരു ബലി അർപ്പിക്കാൻ വേണ്ടി പോയിരുന്നു. ഒരാളുടെ ബലി സ്വീകാര്യമാകുകയും മറ്റൊരാളുടെ ബലി അസ്വീകാര്യമാകുകയും ചെയ്ത നിമിഷത്തിൽ കായേനോ തൻ്റെ ബലി സ്വീകരിക്കപ്പെട്ടില്ലല്ലോ എന്നോർത്ത് വിഷണ്ണനായി, വിഷാദനായി, മുഖം കറുപ്പിച്ച് തല താഴ്ത്തിക്കൊണ്ട് നടക്കുകയും അവൻ അത്യധികം കോപിച്ചുകൊണ്ട് നടന്ന നിമിഷത്തിൽ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിന്റെ മുഖം എന്താണ് ഇങ്ങനെ വാടിയിരിക്കുന്നത്? നല്ലത് നീയും ചെയ്തിരുന്നെങ്കിൽ നിന്റെ ബലിയും സ്വീകാര്യമാകുമായിരുന്നല്ലോ. നോക്കുക, പാപം വാതിക്കൽ തന്നെ പതിയിരിക്കുന്നുണ്ട്, അതിന് നിന്നോട് താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴ്പ്പെടുത്തണമെന്നാണ്. ആദ്യമായി പാപമെന്ന പദം വിശുദ്ധ ഗ്രന്ഥത്തിൽ വരുന്നത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാമത്തെ വചനം. അതാരാണ് ഉച്ചരിക്കുന്നത്? ദൈവമാ. ദൈവത്തിൻ്റെ നാവിൽ നിന്നാണ്. നോക്കുക, പാപത്തിനെ ഒരു മൃഗവുമായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം താരതമ്യം ചെയ്യുന്നത്. പാപത്തിന് ഒരു മൃഗവുമായിട്ടാ. അതാണ് അതിൻ്റെ പ്രത്യേകത. പാപത്തിൻ്റെ പ്രത്യേകത അതാ. പാപം വാതിക്കൽ തന്നെ പതിയിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പതിയിരിക്കുന്നവൻ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. വിശുദ്ധ പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 8-ാമത്തെ വചനത്തിൽ നമ്മളൊരു കാര്യം കാണുന്നുണ്ട്. അവിടെ കാണുന്നത് പാപം അല്ലെങ്കിൽ തിന്മ, പിശാച് ഒരു അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. പിശാചിനെയും മൃഗവുമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. പാപവും പിശാചും തിന്മയും സാത്താനും പരസ്പര ബന്ധിതമാണ്. ഈ മൃഗങ്ങളോടാണ് താരതമ്യം വരുന്നത്. സങ്കീർത്തനം 22 എടുത്ത് വായിച്ചു നോക്കണം. സങ്കീർത്തനം 22 പ്രത്യേകത എന്താണെന്നോ? ഈശോനാഥൻ താൻ കുരിശിൽ കിടക്കുന്ന സമയത്ത് മരിക്കുന്നതിന് തൊട്ട്
തൊട്ട് മുൻപ് ചൊല്ലിയ പ്രാർത്ഥനയാണത്. സങ്കീർത്തനം 22. എൻ്റെ പിതാവേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രാർത്ഥനയാണത്. പരിത്യക്തൻ്റെ വേദന, പരിത്യക്തൻ്റെ സഹനം എന്നൊക്കെയാണ് അതിന് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ. നിങ്ങളതാ സങ്കീർത്തനം അങ്ങ് വായിച്ച് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒത്തിരി മൃഗങ്ങളുടെ പേര് കാണാൻ സാധിക്കും. ബാഷാൻ കാളക്കൂറ്റന്മാരെ എന്ന പോലെ അവർ എന്നെ ആക്രമിക്കുന്നു, നായ്ക്കളെ പോലെ അവർ എന്നെ വലയുന്നു, സിംഹത്തെ പോലെ അവർ അലമുറയിടുന്നു, അലറുന്നു എന്നൊക്കെ സങ്കീർത്തനം 22 കാണുന്നു. എന്താ? തിന്മയുമായി നടക്കുന്നവരെ വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിക്കുന്നത് മൃഗത്തിനോടാണ്. പാപം വാദിക്കെ തന്നെ പതിയിരിക്കുന്നു, അതിന് നിന്നോട് താല്പര്യം വെച്ചിരിക്കുന്നു. അത് നിന്റെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നീ ഇനി മുതൽ മനുഷ്യനല്ല, നീ ഒരു മൃഗമായി മാറുമെന്നതാ. അതാണ് അവിടെ വിവക്ഷിതമാകുന്നത്. ദൈവം കായനോട് പറയുക, കായന്റെ ജീവിതത്തിൽ വലിയൊരു സങ്കടവുമായിട്ടാണ് അവൻ നടക്കുന്നത്. അവൻ ബലിയർപ്പിച്ചു, ആ ബലി അർപ്പിച്ചത് സ്വീകാര്യമായില്ല. അവന് ദേഷ്യമുണ്ട്, അവന് ധാർമ്മിക രോഷമുണ്ട്, അവന് സങ്കടമുണ്ട്. അവൻ ഇങ്ങനെ സങ്കടപ്പെട്ടും കോപിച്ചുമൊക്കെ നടക്കുമ്പോഴാണ് ദൈവം പറയുകയാണ്, നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, നിന്റെ ദേഷ്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട്, നീ എന്താണ് ചിന്തിക്കുന്നത്? കാര്യമൊക്കെ ശരി തന്നെയാണ്, നിനക്ക് ദേഷ്യപ്പെടാം, നിനക്ക് കോപിക്കാം, അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനം 4 വചനമെന്ന് വായിച്ചു നോക്കുക. എന്താണ് അവിടെ പറയുന്നത്? കോപിച്ചു കൊള്ളുക, പക്ഷേ എന്താണ് പറയുന്നത്? പാപം ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. കോപിച്ചു കൊള്ളുക. ഇതേ വചനം തന്നെ നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിൽ എടുത്ത് വായിക്കുമ്പോൾ, സങ്കീർത്തനം 4 വചനം ഇംഗ്ലീഷിലേക്ക് എടുത്ത് വായിക്കുമ്പോൾ കാണുന്നത് എന്താണ്? അവിടെ കാണുന്നതാണ്, when you are disturbed do not sin. when you are disturbed, കോപിച്ചു കൊള്ളുക എന്നല്ല അവിടെ പറയുന്നത്. നിങ്ങൾ അസ്വസ്ഥനാണോ? നിങ്ങളുടെ ഉള്ളം അസ്വസ്ഥനാണോ? കായൻ അസ്വസ്ഥനാണ്. അവൻ അസ്വസ്ഥതയോടുകൂടെ അവൻ നടക്കുകയാ. അവൻ്റെ ബലി സ്വീകരിക്കപ്പെട്ടില്ല. ഇങ്ങനെയുള്ള ഒരു അസ്വസ്ഥത നമ്മുടെ ജീവിതത്തിലേക്ക് പല പ്രാവശ്യവും കടന്നു വരുമ്പോൾ നമുക്ക് കോപിക്കാനുള്ള എല്ലാം അവകാശവും ഉണ്ട്. കോപിക്കാം, ധാർമ്മികമായി രോഷം കൊള്ളാം, പക്ഷേ പാപം ചെയ്യരുത് എന്ന് തന്നെയാണ്. പാപം ചെയ്യരുത്. പുതിയ നിയമവും തുടങ്ങുന്നത് ഏകദേശം ഇതേ ചിന്തയോടുകൂടെയാ. പുതിയ നിയമത്തിൽ ഇതുപോലെ അസ്വസ്ഥനായി നടന്നവൻ്റെ ഒരു കഥ പറയുന്നുണ്ട്. അസ്വസ്ഥതയാണ് അവൻ്റെ ജീവിതത്തിലേക്ക്, ഒരു തീക്കനൽ എന്ന പോലെയാണ് അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു വാർത്ത കടന്നു വന്നത്. എന്തായിരുന്നു ആ വാർത്ത? തൻ്റെ പ്രതിശുദ്ധ വധു ഗർഭവതി ആയിരിക്കുന്നു. പുതിയ നിയമം തുടങ്ങുന്നത് അങ്ങനെയാ, അസ്വസ്ഥതയുടെ ഒരു ചിത്രവുമായിട്ടാ. ഔസേപ്പിതാവ് അസ്വസ്ഥനായി, പക്ഷെ അവൻ പാപം ചെയ്തില്ല എന്നതാ. അവൻ ധ്യാനിച്ചും മനനം ചെയ്ത് അവൻ എന്ത് ചെയ്തു? നന്മയുടെ തീരുമാനമെടുത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ചെന്ന് ദൈവികതയെ ദർശിച്ചു. സ്വപ്നമെന്ന് പറയുന്നതേ ഉള്ളിലെ കാഴ്ചയാ. അതാണ് ഞാൻ പറയുന്നത്, അത് ധ്യാനം തന്നെയാ. സ്വപ്നം നമ്മുടെ ഉള്ളിലുള്ള കാഴ്ചകളെ തിരിച്ചറിയുന്നതാണ് സ്വപ്നം എന്ന് പറയുന്നത്. പുറത്തുള്ള കാഴ്ച എന്താ? അത് ദർശനം ആണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കുറച്ച് ബോധ്യങ്ങളിലേക്കാണ് കേട്ടോ ഞാൻ നിങ്ങളെ നയിക്കാൻ ഉദ്ദേശിക്കുന്നത്. കട്ടി കൂടി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തണം കേട്ടോ, കേട്ടോ. മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൈ ഉയർത്തിയാൽ മതി, നമ്മൾ കുറച്ചുകൂടി ലളിതമാക്കാം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ വരെയും കാര്യം വ്യക്തമാകുന്നുണ്ടോ? വ്യക്തമായോ? നോക്കുക, പാപത്തിൻ്റെ പ്രത്യേകത, നമ്മൾ എപ്പോഴാണ് അസ്വസ്ഥമാകുന്നത് ആ നിമിഷം അത് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുമെന്നതാ. ദൈവം പറയുന്ന കാര്യം അതാ. നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകളുടെ പല ഘട്ടങ്ങളും കടന്നു വരും.
നമ്മുടെ ബലി സ്വീകാര്യമാകാതെ പോകുന്ന അവസ്ഥ. നമ്മൾ കണ്ട സ്വപ്നങ്ങൾ, അതായത് മേരിയുമായിട്ട് അവൻ നെയ്തു കൂട്ടിയ സ്വപ്നമുണ്ടായിരുന്നല്ലോ ഔസേപ്പിതാവിന്. ആ സ്വപ്നം അങ്ങ് തകർന്നു പോയൊരവസ്ഥയാണ് ഔസേപ്പിതാവിനും വന്നത്. അസ്വസ്ഥതയാ. കായൻ അസ്വസ്ഥത വന്നു, ഔസേപ്പിതാവിനും അസ്വസ്ഥത വന്നു. കായൻ എന്ത് ചെയ്തു? അവൻ പാപത്തിൻ്റെ വഴി സ്വീകരിച്ചു. ഔസേപ്പിതാവ് എന്ത് ചെയ്തു? അവൻ ഉള്ളിലേക്ക് കയറിച്ചെന്ന് ഉള്ളിലുള്ള ദൈവികതയെ ദർശിച്ചു. അതാണ് സ്വപ്നമെന്ന് പറയുന്നത്. ആ ദൈവികതയെ ദർശിച്ചതിന് ശേഷം വ്യക്തമായ തീരുമാനമെടുത്ത് ഞാൻ നന്മയുടെ പാത സ്വീകരിക്കുമെന്ന്. കായൻ എന്താണ് ചെയ്തത്? അവൻ ആ പാപത്തെ അങ്ങ് സ്വീകരിച്ചു. പുറത്തുള്ള പാപം നമ്മളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൃഗമായി മാറുമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. പാപത്തിൻ്റെ പ്രത്യേകത അതാ. പാപം പുറത്തുള്ള കാര്യമാണ്, അതകത്തല്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. അതായത് നമ്മൾക്ക് ആർക്കും പറയാൻ സാധിക്കില്ല എനിക്ക് പറ്റിപ്പോയി, എനിക്ക് സംഭവിച്ചു പോയി, ഞാൻ വീണു പോയി, എനിക്ക് അങ്ങനെ ആയിപ്പോയെന്ന് പറയാൻ സാധിക്കില്ല. പാപമെന്ന് പറഞ്ഞാൽ വ്യക്തവും ശുദ്ധവുമായ ബോധ്യത്തോടുകൂടി എടുക്കുന്ന തീരുമാനത്തെയാണ് പാപമെന്ന് പറയുന്നത്. തിന്മയാണെന്നറിഞ്ഞുകൊണ്ട് വ്യക്തമായി ബോധ്യത്തോടുകൂടെ ഇത് തിന്മയാണെന്നറിഞ്ഞ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് എടുത്തു വയ്ക്കുന്ന ഏത് ചിന്തയും പ്രവൃത്തിയും മനോഭാവവും അത് പാപമാണ്. അതായത് പുറത്തുള്ളൊരു യാഥാർത്ഥ്യമാണത്. ആത്യന്തികമായി നമ്മുടെ ഉള്ളിൽ തിന്മയില്ല. നമ്മളത് പുറത്തു നിന്നും എടുത്തു വയ്ക്കുന്ന ഒരു മൃഗീയ തലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, പാപം കായേനെ സൂക്ഷിക്കണം, നീ ഇപ്പോൾ അസ്വസ്ഥനാണ്, പാപം വാതിക്കൽ തന്നെ പതിയിരിക്കുന്നുണ്ട്, അതിന് നിന്നോട് താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴ്പ്പെടുത്തണം. നമ്മൾക്കോരോർക്കും മനുഷ്യനെന്ന നിലയിൽ പാപത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കും. അത് തിന്മയാണെന്നറിഞ്ഞിട്ട് അതിനോട് നോ പറയാൻ നമുക്ക് പറ്റും. ഈ ഒരു കാര്യം തിന്മയാണ്, അത് ഞാൻ ചെയ്യില്ല, അത് എൻ്റെ ജീവിത അവസ്ഥയോടും ജീവിത വിളിയോടും ഞാനായിരിക്കുന്ന എൻ്റെ ജീവിത ശൈലിയോടും യോജിച്ചതല്ല, അതുകൊണ്ട് അതെനിക്ക് വേണ്ട എന്ന് പറയാൻ പച്ച മനുഷ്യനെന്ന നിലയിൽ നമുക്ക് കഴിവുണ്ട് എന്നാണ് ദൈവം പറയുന്നത് കായനോട്. നിനക്ക് നോ പറയാൻ പറ്റും, നീ നോ പറഞ്ഞിരിക്കണമെന്നത് തന്നെയാണ്. എന്താ സംഭവിക്കുന്നത് പിന്നീട്? കായൻ നോ പറഞ്ഞോ? കായൻ നോ പറഞ്ഞില്ല. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 8-ാമത്തെ വചനം നമ്മൾ കാണണം. കായൻ എന്താണ് ചെയ്തതെന്നുള്ളത് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം ഒരു ദിവസം അവൻ എന്താണ് ചെയ്തത്? കായൻ തൻ്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു, നമുക്ക് വയലിലേക്ക് പോകാം. അവർ വയലിലായിരിക്കെ കായൻ ആബേലിനോട് കയർത്ത് അവനെ കൊന്നു. നോക്കുക, പാപം അവനിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ അനന്തരഫലം എന്താണെന്നോ? കായൻ്റെ ഭാഷ നഷ്ടപ്പെട്ടു എന്നതാ. കായനും ആബേലും കൂടി വയലിൽ ചെന്ന് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞിരിക്കുന്ന പദം ഏതാണെന്നോ? കയർത്തു എന്നൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. കയർക്കുക, സംസാരിച്ചു എന്നല്ല. ആശയവിനിമയം അവിടെ സാധിച്ചില്ല. അവിടെ എന്താണ് സംഭവിച്ചത്? കയർക്കുകയാണ്. പാപത്തിൻ്റെ ആദ്യ അനന്തര ഫലം പ്രിയ സഹോദരരെ ഇതാണ്. നമ്മുടെ ഭാഷ നമ്മളിൽ നിന്നും എടുത്തു കളയും, നമ്മുടെ ആശയവിനിമയം അസാധ്യമാക്കും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പെന്തക്കോസ്താ നാളിൽ തൻ്റെ അപ്പോസ്തലന്മാരുടെ മേൽ അഗ്നിനാളമായി ഇറങ്ങി വന്നപ്പോൾ അവർക്ക് ഭാഷണ വരം ലഭിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ആദ്യ അനന്തരഫലം എന്താ? ആശയവിനിമയം. പരസ്പരം സംസാരിക്കാനും പരസ്പരം മനസ്സിലാക്കാനും പറ്റുന്നൊരവസ്ഥയാണ്. ഇവിടെ പാപത്തിൻ്റെ അനന്തരഫലം എന്താണ്? ജസ്റ്റ് ഓപ്പോസിറ്റാ. നമ്മുടെ ഭാഷ നമ്മളിൽ നിന്നും എടുത്തു കളയും. ആശയവിനിമയം തീർന്നു.
നമ്മൾക്ക് ഇത്രയും നാളും. അതുകൊണ്ടാണ് ഉള്ളിലേക്ക് പാപത്തെ സ്വാംശീകരിച്ച് ദീർഘകാലം പാപാവസ്ഥയിൽ ജീവിക്കുന്നവന് അവൻ്റെ ഭാഷ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് മദ്യപിച്ച് വരുന്ന ഒരു പിതാവിന് കുടുംബത്തിൽ വന്ന് ഭാര്യയോട് സംസാരിക്കാൻ അവൾക്കത് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ടോ? ഇത്രയും നാളും എല്ലാം പങ്കുവെച്ച് ജീവിച്ചിരുന്നവർ ഈ ഒരു നിമിഷം മദ്യപിക്കാൻ തുടങ്ങിയ ഭർത്താവ് പിന്നീട് അവിടെ വന്നു കഴിയുമ്പോൾ അവിടെ സംസാരം നഷ്ടപ്പെടുകയാണ്, ഭാഷ നഷ്ടപ്പെട്ടു. പാപത്തിൻ്റെ ആദ്യ പ്രവൃത്തി ഇതാണ്. നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്ന പല നന്മകളുമുണ്ട്, അതില്ലാതാക്കി കളയും. അതാണ് ഏറ്റവും വലിയ അപകടം. നമ്മൾ എവിടേക്കെല്ലാം ആരുടെയെങ്കിലും മുമ്പിൽ പോയി നമ്മൾ ഷൗട്ട് ചെയ്തിട്ടുണ്ടോ? ആരോടെങ്കിലും നമ്മൾക്ക് കയർക്കേണ്ടി വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇയാൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഓർക്കുക, ആരൊക്കെയോ പാപത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്നത് തന്നെയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ ആദ്യത്തെ തന്നെ ഇതാണ് മനസ്സിലാക്കൽ, അണ്ടർസ്റ്റാൻഡിങ്. ഇത് ആശയവിനിമയമാണ്, പരസ്പരം ഭാഷ. അതുകൊണ്ടാണ് ഈശോനാഥൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുൻപ് തൻ്റെ ശിഷ്യന്മാരെ ഗലീലയിലെ ആ മലമുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഈ മാർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ അവസാനത്ത് ചെല്ലുമ്പോൾ കാണാൻ സാധിക്കും. അവർക്ക് കൊടുക്കുന്ന ഉറപ്പ് ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ വിവിധ ഭാഷകൾ സംസാരിക്കുമെന്നാണ് പറയുന്നത്. വിവിധ ഭാഷകൾ. എങ്ങനെയാണത് സംസാരിക്കാൻ സാധിക്കുക? വിവിധ ഭാഷകളെന്ന് പറഞ്ഞാൽ വ്യത്യസ്തരായ പലരെയും മനസ്സിലാക്കാൻ പറ്റുമെന്നതാണ്. എൻ്റെ വൈദിക ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. ഈ സിസ്റ്റേഴ്സിൻ്റേതായിട്ടുള്ള സമർപ്പിത ജീവിതത്തിൻ്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. ഇവിടെയുള്ള അമ്മമാരുടെ ഭാഷ എനിക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. ഇങ്ങനെ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ ഓർക്കുക, നമ്മളെല്ലാവരും മലയാളമാണ് പറയുന്നതെങ്കിലും അത് മലയാളം ഒരു ഭാഷ എന്ന രീതിയിലല്ല കേട്ടോ. നമ്മുടെ അവസ്ഥകളാണ് നമ്മളെ ഭാഷ കൊണ്ടുവരുന്നത്. ഒരപ്പൻ്റെ ഭാഷ മക്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരപ്പൻ പറയുന്നത് മക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ എങ്ങനെയൊക്കെയോ ഒരു അസ്വസ്ഥതയുടെ ആരൊക്കെയോ പുറത്തിരുന്ന ആ പാപമെന്ന മൃഗത്തിനെ അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. കാരണം എന്താണെന്നോ, പാപം നമ്മളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൃഗമായി മാറുകയാണ്. മൃഗത്തിൻ്റെ ഭാഷ നമുക്ക് മനസ്സിലാകുമോ? മനസ്സിലാകുമോ? ഇല്ല. ഇത് തന്നെയാ ഇവിടെയും സംഭവിക്കുന്നത്. നമ്മളെ കണ്ടാൽ ഭയങ്കര സുന്ദരനാ, കണ്ടാൽ നല്ലൊരു ജെന്റിൽമാൻ എന്ന രീതിയിലൊക്കെ നിൽക്കുക. പക്ഷേ എന്ത് പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല, മറ്റുള്ളവരെ മനസ്സിലാക്കാനും പറ്റുന്നില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിത്വമാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പാപമെന്ന മൃഗം വസിക്കുന്നുണ്ട് എന്നതാ. നിങ്ങൾ പതിയെ ഒരു മൃഗമായി കൊണ്ടിരിക്കുക. ഇതിൻ്റെ അനന്തരഫലമാ പിന്നീട് നമ്മൾ ഈ 4-ാം അധ്യായത്തിൽ കായൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കൈയോട് ഉയർത്തുക. പ്രൈസ് ദി ലോർഡ്. 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 നമ്മൾ വിചിന്തനം ചെയ്യേണ്ട വിഷയം ഇതാ. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ആത്മാവിൻ്റെ പ്രവർത്തനം ഇങ്ങനെ നഷ്ടപ്പെടുമ്പോൾ, ആത്മാവിൻ്റെ പ്രവർത്തനം നിർജീവമാകുന്നു, തിന്മയുടെ തന്മാത്രകൾ അങ്ങ് വർദ്ധിച്ച് വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണ്. അപ്പൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, അമ്മ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്രയും നാളും ചൂടും ചൂരും അറിഞ്ഞിരുന്ന എൻ്റെ പങ്കാളിക്ക് പോലും ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല എന്നൊരു അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഷ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു.
ആരൊക്കെയോ നമ്മുടെ ഇടയിൽ അങ്ങനെയൊക്കെയോ വാതിൽ തുറന്നു കൊടുത്തു. അവൻ്റെ ഉള്ളിലേക്ക് ആ ഒരു മൃഗം പ്രവേശിച്ചു എന്നതാണ്. കായൻ ആ മൃഗത്തിന് ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ഭാഷ നഷ്ടപ്പെട്ടു. പിന്നെ സംഭവിച്ചത് എന്താ? ഭാഷ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, പിന്നെയും പറഞ്ഞു, മനസ്സിലാകാതെ വരുമ്പോൾ കയ്യേറ്റമുണ്ടാകും എന്നതാ. അതുകൊണ്ടാണ് പറയുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ നമ്മൾ എപ്പോഴും നമ്മൾ സജീവമായി ഉണർത്തിക്കൊണ്ടിരിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളുടെ പേരിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളുടെ പേരിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ചില മനസ്സിലാകായ്മ, ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സിൻ്റെയൊക്കെ പേരിലൊക്കെ അസ്വസ്ഥതപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിൽ ആരെങ്കിലുമൊക്കെ കടന്നു വരും നമ്മുടെ ജീവിതത്തിലേക്ക്. ഈ തിന്മയുടെ വഴി സ്വീകരിച്ചാൽ മതി, ഈ പൈശാചികമായ ചിന്തയിലൂടെ പോയാൽ മതി, അതൊന്നും സാരമില്ല, അന്ന് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ആരും കാണില്ല, അതൊക്കെ ഒന്നും ആർക്കും മനസ്സിലാകുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിന്മയ്ക്ക് വാതിൽ തുറന്നു കൊടുക്കാൻ വേണ്ടി ഉപദേശകരായി കടന്നു വരികയാണെങ്കിൽ ഓർക്കുക, തകർച്ചയുടെ ആരംഭം നമ്മുടെ ഭാഷയിൽ നിന്നും ഭാഷണങ്ങളിൽ നിന്നുമാണ്. പതുക്കെ നമ്മൾ മൃഗമായി മാറുകയാണ്. ഇനി ഇവിടെയുള്ള അനന്തരഫലങ്ങൾ നമ്മൾ വായിച്ചു ചെല്ലണം. ഒരു കുടുംബം, ഒരു സമൂഹം എങ്ങനെ അധംപതിച്ചു പോയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു എക്സജറ്റിക്കൽ റീഡിങ് തന്നെയാണ് നമ്മൾ നടത്തുന്നത്. നോക്കുക, പിന്നീടാണ് ദൈവം ഇടപെടുന്നത്. ഇവൻ കൊന്നു ഇവൻ്റെ സഹോദരനെ. ദൈവം ഇടപെടുകയാ. എവിടെ നിന്റെ സഹോദരൻ ആബേൽ? ഉത്തരമില്ല അവന്. അവൻ പറയുകയാണ്, ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനെന്ന്. ഇതിനു മുൻപ് ദൈവം 3 ചോദ്യങ്ങൾ അവനോട് ചോദിച്ചിരുന്നു. പാപം ചെയ്യുന്നതിന് തൊട്ട് മുൻപ്, ഈ കൊല ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് 3 ചോദ്യങ്ങൾ ചോദിച്ച്, നീ എന്തിനാണ് ഇങ്ങനെ കോപിച്ച് നടക്കുന്നത്? നിന്റെ മുഖം എന്താണ് ഇങ്ങനെ കറുത്തിരിക്കുന്നത്? നീ നന്മ ചെയ്തിരുന്നെങ്കിൽ നിനക്കും നിന്റെ ബലിയും സ്വീകാര്യമാകുമായിരുന്നില്ലേ? ഈ 3 ചോദ്യമാണ് ചോദിച്ചത്. അവൻ ഒരുത്തരവും പറഞ്ഞില്ല. ഇപ്പോഴിതാ വീണ്ടും ദൈവം ഇടപെട്ട് ചോദിക്കുകയാണ്, എവിടെ നിന്റെ സഹോദരൻ? അപ്പോൾ അവൻ പറയുകയാണ്, ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ? ഒരു കാര്യം ഓർക്കണം, മനുഷ്യനെതിരായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ മനോഭാവം കൊണ്ടോ അവന് തിന്മയായി ഭവിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇടപെടും. നമ്മൾ ആരും കാണുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയവാതിൽ തിന്മയ്ക്ക് തുറന്നു കൊടുത്തിട്ട് മനുഷ്യന്, ദൈവത്തിൻ്റെ സൃഷ്ടിയായിട്ടുള്ള നമ്മുടെ കൂടെയുള്ളവരുടെ സഹോദരനെതിരായിട്ട് ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇടപെടൽ ഉണ്ടാകുമെന്നത് 100% ഉറപ്പാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് 100% ഉറപ്പാ. കായന്റെ ജീവിതത്തിലേക്ക് ദൈവം വീണ്ടും ഇറങ്ങി വന്ന് ചോദിക്കുകയാണ്, നീ എന്താണ് ചെയ്തത്? ഭൂമി കൃഷിയുടെ ഫലം ഇനി നിനക്ക് തരില്ല എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ അനന്തരഫലം അതാ. ഉള്ളിൽ പാപം പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ മൃഗമാ. അവൻ ചെയ്യുന്നതൊന്നിനും പിന്നെ ഫലമുണ്ടാകുകയില്ല എന്നതാ. അവൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്കും പിന്നെ അവിടെ ഒരു ഫലസമൃദ്ധി ഉണ്ടാവുകയില്ല എന്നത്. അതുകൊണ്ടാണ് ചില ആൾക്കാരൊക്കെ ഉണ്ട്, ചില ആൾക്കാർ എന്ത് ചെയ്താലും വിജയിക്കില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ ആ വിജയത്തിലേക്ക് എത്തില്ല. കാരണം എന്താ? ഇൻസൈഡ് ഹി ഈസ് ആൻ ആനിമൽ, ഹി ഈസ് നോ മോർ എ മാൻ. ഭൂമി കൃഷിയുടെ ഫലം നൽകില്ല എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഫലസമ്പുഷ്ടതയുണ്ടാകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എത്ര
എത്ര തലകുത്തിയിരുന്ന് പ്രവർത്തിച്ചാലും, എത്ര കിളത്ത് മറിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ ഫലം നമുക്ക് കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിന്നും പ്രവർത്തിക്കണം. അതിന് പകരമായി തിന്മയോ പൈശാചികമായ ചിന്തയോ ഏതാണ് ഉള്ളിലുണ്ടത്, നമ്മൾ മൃഗമായി കഴിഞ്ഞു. മൃഗത്തിന് കൃഷി ചെയ്യാൻ പറ്റില്ല. അവൻ എന്ത് ചെയ്താലും വിജയമുണ്ടാകില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. ചില ആൾക്കാരുണ്ട്, ചില ആൾക്കാരപ്പം എന്ത് ചെയ്യുമെന്നറിയോ? അവരിങ്ങനെ ഈ കണിയാന്മാരെന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോകും. അവർ ചെയ്യുന്ന പ്രവൃത്തി അങ്ങനെയാ. ഇത് ഫലം കിട്ടുന്നില്ല എന്നവർക്ക് തിരിച്ചറിയാൻ തുടങ്ങും. ഭൂമി കൃഷിയുടെ ഫലം നൽകുന്നില്ല, കാരണം അവിടെ രക്തം വീണിട്ടുണ്ട്. അതിനേക്കാളുപരി എൻ്റെ ഉള്ളിൽ തിന്മ പ്രവേശിച്ചിട്ടുണ്ട്. അതവർ തിരിച്ചറിയുന്നില്ല. ഇതിനെല്ലാം കാരണം എൻ്റെ ഉള്ളിലുള്ള ആ തിന്മയുടെ സാന്നിധ്യമാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. മറിച്ച് അവർ പുറമേ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അങ്ങനെയാണ് ഇവർ കണിയാന്മാർ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ മന്ത്രവാദികൾ ഇങ്ങനെയൊക്കെ ഓരോരുത്തേക്ക് അവർ ചെല്ലും. എന്ത് ചെയ്യുമെന്നറിയോ? അവർ പോയിട്ടും ഇവരെയൊക്കെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരും. അപ്പോൾ ഇവർ വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യും? അവരിങ്ങനെ അതും ഇതൊക്കെ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെ പറയും, ഈ വീടിൻ്റെ ദർശനം മാറ്റണമെന്നൊക്കെ പറയും. ഈ വീട്ടിൽ ഈ ദർശനം ഇങ്ങനെ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്ര ജോലി ചെയ്തിട്ടും ഒന്നും കിട്ടാത്തത്. പണ്ട് ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഒരു കുളം ഉണ്ടായിരുന്നു. അതെ, ആ കുളത്തിലേക്കാണ് നിങ്ങൾ പണിയെടുക്കുന്നതെല്ലാം പോകുന്നത്. അതുകൊണ്ട് ഈ വാതിൽ ഇവിടെ നിന്നും അങ്ങോട്ട് മാറ്റണം. അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ കാര്യമൊക്കെ പറയും, ബാത്റൂം കന്നിമൂലയിലാണ് അല്ലെങ്കിൽ അവിടുത്തെ മൂലയിലാണ്, അതൊക്കെ എടുത്ത് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് അവർ കടന്നു വരും. അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും കെമിക്കലുകളുമായിട്ടൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട. നല്ലൊരു കുമ്പസാരം മതിയെന്നേ. നല്ലൊരു കുമ്പസാരമുണ്ടോ? കർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് എൻ്റെ ദൈവമേ സംഭവിച്ചു പോയി, വീണുപോയി, ഞാൻ എൻ്റെ ഹൃദയവാതിലൊന്ന് തുറന്നു കൊടുത്തു പോയി, ആ പാപമെന്ന ആ മൃഗം എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു പോയി, ഞാൻ എൻ്റെ സഹജനെതിരായിട്ട് തിന്മ ചെയ്തു പോയി, ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. പതുക്കെ പതുക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രകാശകിരണങ്ങൾ കടന്നു വരുന്നത് കാണാൻ സാധിക്കും. അതിന് പകരം നമ്മൾ ഇങ്ങനെ പോയി ഓരോരുത്തരുടെയും മുമ്പിൽ പോയി നിന്നിട്ട് നമ്മൾക്ക് വിജയം കിട്ടുന്നില്ല, മനസ്സിലാകുന്നില്ല. കുടുംബത്തിൻ്റെ അകത്ത് നിരന്തരം വഴക്കാണ്, പ്രശ്നമാണ്. ഒരു കാര്യം ഓർക്കണം, ഒരു ഇടത്തിൻ്റെ വൈബ്രേഷൻ, ഒരിടത്തിൻ്റെ ആ ആത്മീയമായ തരംഗങ്ങളെ നിശ്ചയിക്കുന്നത് നമ്മുടെ ഭാഷയാണ് എന്ന കാര്യം ഓർക്കണം കേട്ടോ. ചില ഭവനങ്ങളിലേക്ക് നമ്മൾ കയറി ചെന്ന് കഴിയുമ്പോൾ അവിടെ നിന്ന് ചാടി ഓടി രക്ഷപ്പെട്ട് ഇറങ്ങി പോകാൻ തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ്? വ്യക്തിപരമായി എനിക്ക് പലയിടങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിൽ അല്ലെങ്കിൽ ചില വ്യക്തികളോട് സംസാരിക്കുമ്പോൾ വളരെ നെഗറ്റീവ് എനർജി അവരിൽ നിന്ന് നമ്മളിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താ? ഉള്ളിൽ തിന്മയാ. ചില ഇടങ്ങളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മളെ വിളിപ്പിക്കുകയാ, അച്ഛാ വീട്ടിലേക്ക് വന്ന് വ്യഞ്ചരിക്കുന്നൊക്കെ പറഞ്ഞത്. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതി എന്നൊരു ചിന്ത വരും. കാരണം എന്താ? അവിടെയുള്ള ഭാഷ അത് അസഭ്യങ്ങളും അശ്ലീലതയും കൊണ്ട് നിറഞ്ഞതാണ്. കാരണം എന്താണെന്നോ? ഭാഷ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ നാവിൽ നിന്നും അസഭ്യങ്ങളും അശ്ലീലതകളും കടന്നു വരുന്നത്. അതുകൊണ്ടാണ് പാപത്തിൻ്റെ ആദ്യ അനന്തരഫലം നമ്മുടെ ഭാഷയിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ അത് പിന്നീട് നമ്മുടെ ജീവിത പരിസരത്തുള്ള എനർജിയെയും അത് ബാധിക്കുകയാണ്. ഒരു കുടുംബത്തിൻ്റെ അകത്ത് നിരന്തരം അശ്ലീലതയും അസഭ്യവും പറയുന്നുണ്ടോ, അവന് യഥാർത്ഥമായ പദങ്ങൾ കിട്ടുന്നില്ല, അവന് ആത്മസംയമനമില്ല,
അവന് വാക്കുകളില്ല എന്ന് തന്നെയാണ്. അവിടെ പിന്നെ എന്താണ്? അവിടെ തിന്മയുടെ തന്മാത്രകൾ അങ്ങ് കുമിഞ്ഞുകൂടുകയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിലോ ഏതെങ്കിലും ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്കോ ഒന്ന് ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പ്രാർത്ഥിച്ചു പോകാറില്ലേ? ഉണ്ടോ? പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് പറ്റാറുണ്ടോ? അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു തീർത്ഥാടന കേന്ദ്രം, ഫോർ എക്സാമ്പിൾ നമ്മുടെ ചെട്ടിക്കാട് അല്ലേ, നമ്മുടെ അന്തോണീസ് പുണ്യാളൻ്റെ അടുത്തേക്കൊന്ന് ചെന്ന് കഴിയുമ്പോൾ, അവിടേക്ക് അങ്ങ് കയറി ചെന്ന് കഴിയുമ്പോൾ തന്നെ, ഒരു ചൊവ്വാഴ്ച അങ്ങ് കയറി ചെന്ന് കഴിയുമ്പോൾ തന്നെ നമുക്കൊന്ന് പ്രാർത്ഥിക്കണമെന്നും അവിടുത്തെ ഒരു ആരാധന അങ്ങ് കൂടിക്കഴിയുമ്പോൾ കണ്ണിൽ നിന്നും അങ്ങ് വെള്ളമൊക്കെ ഒഴുകുന്നതായിട്ടുള്ളൊരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഞാൻ ഒന്ന് കരയൂട്ടോ, എന്തെങ്കിലും പറ. ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാകും. കാരണം അവിടെയുള്ള എനർജി, അവിടെയുള്ള വൈബ്രേഷൻ, അവിടെ നിറഞ്ഞു നിൽക്കുന്ന വാക്കുകൾ, പദങ്ങളെല്ലാം ദൈവികമാണ്. വല്ലാർപാടം പള്ളിയിലേക്ക് അങ്ങ് കയറി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്കങ്ങ് പ്രാർത്ഥിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തോന്നുന്നു. എന്തുകൊണ്ടാണ്? അവിടെയുള്ള പദങ്ങളാണ് ആ എനർജിയെ നിശ്ചയിക്കുന്നത്. നമ്മുടെയുള്ള പദങ്ങൾ, നമ്മുടെ വാക്കുകളാണ് ഒരു ഇടത്തിൻ്റെ എനർജിയെ നിശ്ചയിക്കുന്നത്. നമ്മുടെ കുടുംബത്തിലെ എനർജി എന്താണ്? ഒരു വ്യക്തി മതി. അസഭ്യമോ അശ്ലീലമോ പറയുന്ന ഒരു വ്യക്തി മതി. ആ കുടുംബത്തിൽ നിന്നും ദൈവികമായ എനർജി അങ്ങ് പോകുകയാ. അതുകൊണ്ടാണ് പരിശുദ്ധ സഭ നിരന്തരം പറയുന്നത്, അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കുമ്പസാരിക്കൂ. അറ്റ്ലീസ്റ്റ് എന്ന് പറയുന്നതാണ്, ഒരു പ്രാവശ്യമെങ്കിലും കർത്താവേ പറ്റിപ്പോയി, എൻ്റെ ദൗർബല്യത്തിൽ ഞാൻ വീണുപോയി എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഭാഷയെയാണ് നമ്മൾ ശുദ്ധമാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു വൈബ്രേഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കണം. ചില വീടുകളിൽ, ഒരു വീട്ടിൽ പ്രായമായി മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരു അമ്മയുണ്ടായിരുന്നു. മരണക്കിടക്കയിൽ കിടക്കുന്നൊരു അമ്മയാ. പക്ഷെ ആ കിടക്കുന്ന അമ്മ നിരന്തരം അസഭ്യങ്ങൾ മാത്രമാണ് പറയുന്നത്. നിരന്തരം അസഭ്യങ്ങൾ. ഇവർ മരിക്കാനായി കിടക്കുന്നൊരമ്മ അസഭ്യങ്ങളുടെ ഇങ്ങനെ ഒരു എന്താണ് പറയുന്നത്, ഒരു കുത്തൊഴുക്ക് തന്നെയാ. അവിടെ ആ അമ്മയെ നോക്കുന്ന ആ ഒരെന്താണ് പറഞ്ഞത്, അവരുടെ മരുമകളെ കിടപ്പാണ്. അവിടെ മലമൂത്രമൊക്കെ ഇവർ തുടച്ച് മാറ്റുകയും നല്ലപോലെ ശുശ്രൂഷിക്കുന്നുണ്ട്. എങ്കിലും ഈ അസഭ്യങ്ങൾ തന്നെ കൊണ്ട് അവരിങ്ങനെ ആറാടുകയാ. ആ വീട്ടിലുള്ള മക്കൾക്ക് അതിൻ്റെ അനന്തരഫലമാണ് അവിടെയുള്ളവർക്ക് നിരന്തരം അസ്വസ്ഥതയായി മാറുമെന്നതാ. ഒരിടം വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ശുദ്ധമായ പദങ്ങൾ നമ്മളുടെ ഉള്ളിൽ നിന്നും വരണമെങ്കിൽ പ്രിയ സഹോദരരെ, ഉള്ളിൽ ആത്മാവ് പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ആദ്യ പ്രവൃത്തി, ആദ്യ ഫലം, ആദ്യ കൃപ എന്ന് പറയുന്നത് ഭാഷണവരം. ഭാഷാവരമല്ല കേട്ടോ, ഭാഷാവരം എന്നല്ല, ഭാഷണവരം എന്നാണ്. ഭാഷാവരത്തെ പൗലോസ് അപ്പോസ്തലൻ നിശിതമായി വിമർശിക്കുന്നുണ്ട്. ഭാഷാവരം വ്യത്യസ്തമാണ്, ഭാഷണവരം വേറേതാണ്. ഇതാണ് ഞാൻ പറയുന്നത്, ഭാഷണവരമാണ്. നമ്മളുടെ ആശയങ്ങൾ സാധ്യമാകുന്ന തരത്തിൽ നമ്മൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നു. പത്രോസ് അപ്പോൾ ഇറങ്ങി നിന്നൊരു പ്രഘോഷണം നടത്തി. അവിടെയുണ്ടായിരുന്ന വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അവൻ എന്താണ് പറയുന്നത്. എത്യോപ്യക്കാരനും ഫിനീഷ്യക്കാരനും സിറിയക്കാരനും റോമാക്കാർക്കും എല്ലാവർക്കും പത്രോസിൻ്റെ അരമായിക് ഭാഷ മനസ്സിലായി എന്നതാ. എങ്ങനെ? ഇതാണ് ഭാഷണവരം. മറ്റത് ഗ്ലോസോലിയയാണ്.
അതായത് ഭാഷാപരം എന്ന് പറയുന്നത് എന്താണ്? നമ്മളെല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ആത്മീയമായ ഉത്കർഷത്തിൽ നമ്മുടെ വാക്കുകൾ നമുക്ക് നഷ്ടപ്പെടുകയും പിന്നീട് ആത്മാവ് പ്രവർത്തിച്ച് വ്യത്യസ്തമായ സ്വരങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങുമ്പോഴെന്തിനാണ് ഭാഷാപരം എന്ന്. അതായത് പ്രാർത്ഥനയുടെ നിമിഷത്തിൽ ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ഭാഷകളെ, നമ്മുടെ സംസാരത്തിന് മുകളിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ആ പ്രൈസ് ആൻഡ് വർഷിപ്പിൻ്റെ സമയത്ത് നമ്മൾ പിന്നീട് ശലഹലഹല യേശു ഇങ്ങനെയൊക്കെ പറയും. അതൊരു ഭാഷാപരം എന്ന് പറയുന്നത് അതാ. അവിടെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അത് എപ്പോഴും അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. 1 കൊരിന്ത്യസ് 14 അധ്യായം നിങ്ങളൊന്ന് വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ 19 വചനത്തിൽ പറയുന്നത് എന്താണെന്നോ? ഭാഷാവരത്തിലൂടെ ഞാൻ 10,000 വാക്കുകൾ സംസാരിക്കുന്നതിനേക്കാൾ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നത് 5 വാക്കുകൾ ബോധ്യത്തോടുകൂടി സംസാരിക്കാനാണെന്നാണ് പറയുന്നത്. 5 വാക്കുകൾ ബോധ്യത്തോടുകൂടി സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഭാഷാവരത്തിൽ 10,000 വാക്കുകൾ സംസാരിക്കുന്നതിനേക്കാൾ. കാരണം എന്താണെന്നോ? പൗലോസ് അപ്പോസ്തലൻ പറയുന്ന റീസൺ എന്താണെന്നോ? ഭാഷാവരം അവിടെ നിങ്ങൾക്ക് ആമേൻ പറയാൻ പറ്റില്ല. അതുകൊണ്ടാ ഭാഷണവരമാണ് ഇവിടുത്തെ പ്രധാന പ്രോബ്ലം എന്ന് പറയുന്നത്. നോക്കുക, അസ്വസ്ഥ പാപം നമ്മുടെ ഭാഷണം, നമ്മുടെ ഭാഷ, നമ്മുടെ ആശയവിനിമയം അസാധ്യമാക്കും. നമ്മുടെ ഭൂമിയുടെ നമ്മുടെ പ്രയത്ന ഫലങ്ങളില്ലാതാക്കും. പിന്നീട് നമ്മൾ കാണുന്നത് എന്താണെന്നോ? അവൻ പറയുകയാണ്, ദൈവം പറയുന്നു, നീ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവനായി മാറും. വാട്ട് ഡസ് മീൻ ദാറ്റ്? വാട്ട് ഡസ് മീൻ? അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവനായി മാറുമെന്ന് പറഞ്ഞാൽ നീ അസ്വസ്ഥതയുള്ളവനായി മാറുമെന്നതാ. പാപത്തിൻ്റെ 3ാമത്തെ അനന്തരഫലമാണിത്. ആദ്യത്തെ എന്താണ്? ഭാഷണം, ആശയവിനിമയം അസാധ്യമാകും. 2ാമത്തേത് നമ്മുടെ പ്രയത്ന ഫലങ്ങൾ നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റാതെയാവും. വായി നമ്മൾ മൃഗമായി മാറിക്കഴിഞ്ഞു. അവൻ എന്ത് സംരംഭം തുടങ്ങിയാലും അതിൻ്റെ നന്മ അനുഭവിക്കാൻ പറ്റില്ല എന്ന് തന്നെ. 3ാമത്തെ എന്താണെന്നോ? അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. അതായത് നീ അസ്വസ്ഥനാകും. നിന്റെ ചിന്തകളിൽ നിനക്ക് പിന്നീട് കോൺസെൻട്രേഷൻ കിട്ടുകയില്ല എന്നതാ. നിനക്ക് ഒരു കാര്യത്തിലും നിനക്ക് പൂർണ്ണമായി ശ്രദ്ധ പതിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്റെ ജീവിതം പോകും. ഈ ഒരു പ്രവൃത്തി ചെയ്ത് പിന്നീട് അടുത്തയിലേക്ക് പോകും, അതും വിജയിക്കുന്നില്ല, പിന്നെ അപ്പുറത്തേക്ക് പോകും, അതും വിജയിക്കുന്നില്ല. ഇങ്ങനെയുടെ പരാജയത്തിൻ്റെ ഈ പടികളൊക്കെ എല്ലാം ഇങ്ങനെ ചാടിക്കൊണ്ട് നടക്കും. പച്ച മലയാളത്തിലെ ഇത്തിരി കട്ടിയുള്ള മലയാളമാണ്. ശാഖാചംക്രമണം എന്നൊക്കെ ഒരു പദമുണ്ട്. ശാഖാചംക്രമണം എന്ന് പറയുന്നത് ഈ കുരങ്ങന്മാർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ്. ഒരു ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് ചാടിക്കളിക്കുന്ന ഒരു പദത്തിനെയാണ് ശാഖാചംക്രമണം എന്നൊക്കെ പറയും. ഇതുപോലെ കുരങ്ങനെ പോലെ ഇവൻ ഈ ജില്ലയിൽ നിന്നും ആ ജില്ലയിലേക്ക് പോകും, ആ ജില്ലയിൽ നിന്നും അപ്പുറത്തെ ജില്ലയിലേക്ക് പോകും. ബന്ധങ്ങളിലൊക്കെ തകർച്ചയുണ്ടാകും എന്നതാ. ഒരിക്കലും ബന്ധങ്ങൾ പിന്നീട് പൂർണ്ണമായി നിർത്താൻ സാധിക്കില്ല. ഇദ്ദേഹത്തെക്കുറിച്ച്, ഈ ചേട്ടനെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് കുറച്ച് നാൾ ഞാൻ ഈ ചേട്ടൻ്റെ അടുത്ത് ചിരിച്ചും കളിച്ചൊക്കെ നിന്നും, എന്നിട്ട് അത് എൻ്റെ ആവശ്യം നിറവേറ്റി കഴിയുമ്പോൾ ചേട്ടനെ അങ്ങ് മാറ്റി നിർത്തി ഞാൻ അടുത്ത ആളുടെ അടുത്തേക്ക് പോകും. ഇങ്ങനെയുള്ള ശാഖകൾ, യൂസ് ആൻഡ് ത്രോ മനോഭാവം. അവൻ അവൻ അസ്വസ്ഥനായി മാറി, അവൻ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവനാ. അവൻ ഇങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് മോചനം നൽകുന്നത് എന്നതാണ്. പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവന് ഒരു കുഞ്ഞിനെ പോലും ഉപയോഗിക്കില്ല എന്നതാണ്. ഒരു കുഞ്ഞിനെ പോലും എൻ്റേതായിട്ടുള്ള ആഗ്രഹത്തിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചതിന് ശേഷം മാറ്റി നിർത്തില്ല. ഇന്നത്തെ സംസ്കാരത്തിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ടാണ്. എന്താണ് നമ്മൾക്കൊക്കെ ഈ സമയസങ്കല്പം എന്ന് പറയുന്നത് ഇങ്ങനെ കൊച്ചു കൊച്ചു ബോക്സുകളിലേക്ക് ചേർത്ത് വെച്ചിരിക്കുക. ഈ സഭാപ്രസംഗൻ്റെ പുസ്തകം 3-ാം അധ്യായം 2 മുതൽ 9 വരെയുള്ള വചനങ്ങളിൽ കാണുന്നത് പോലെ വിതയ്ക്കാനൊരു കാലം,
ഈ ശേഖരിക്കാനൊരു കാലം, കല്ല് പിറക്കാനൊരു കാലം, ഇങ്ങനെ കാലം. അതായത് ഇവളുമായിട്ട് കൂട്ടുകൂടി നടക്കാൻ എനിക്കൊരു കാലം, അതിനുശേഷം എനിക്ക് അവളുമായിട്ട് കൂട്ടുകൂടി നടക്കാൻ അടുത്ത കാലം, ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇവള് മതി, ഇനി അങ്ങനെ ഇതുപോലെയുള്ള പലരെയും ഉപയോഗിക്കുന്ന തരത്തിലുള്ള മനസ്സും മനസ്ഥിതിയും കടന്നു വരികയാണ്. അവൻ അസ്വസ്ഥനാണ്. അസ്വസ്ഥതയുള്ളവർ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാ. പലരെയും ഉപയോഗിക്കുന്ന, പലരെയും സോപ്പിടുന്ന സ്വഭാവം. പട്ടി എന്തിനാണ്, ഒരു നായ എന്തിനാണ് വാലുമാട്ടി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും തിന്നാൻ കിട്ടുന്നതിന് വേണ്ടി മാത്രമാ. അത് കൊടുക്കുന്നത് കൊണ്ട് അത് ആട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും. അത് കിട്ടുന്നതിന് വേണ്ടിയും അത് ആട്ടും. ഇങ്ങനെ ആട്ടുന്ന സ്വഭാവമുള്ളവരായി നമ്മൾ പലവരും മാറും. ഇതാണ് അസ്വസ്ഥത. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവനായി മാറുമെന്ന് പറയുന്നത്. എന്നിട്ട് അവൻ പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ കായൻ പറയുന്നൊരു കാര്യമുണ്ട്. കായൻ കർത്താവിനോട് പറയുകയാണ്, എനിക്ക് വഹിക്കാവുന്നതിനും വലുതാണ് ഈ ശിക്ഷ. എന്നിട്ട് അവൻ പറയുന്നതാണ്, ഇന്ന് അവിടുന്ന് എന്നെ ഈ സ്ഥലത്ത് നിന്ന് മാറ്റിപ്പായിച്ചിരിക്കുന്നു, അവിടുത്തെ സന്നിധിയിൽ ഞാൻ ഒളിച്ച് നടക്കണം. നോക്കുക, 4ാമത്തെ അനന്തരഫലം ഇതാ, ഒളിച്ചു നടക്കും അവർ. ദൈവികമായ ഏതെങ്കിലും കാര്യങ്ങളുടെ മുമ്പിലേക്ക് അവർക്ക് വന്ന് നിൽക്കാൻ സാധിക്കില്ല. അവർ ദൈവത്തിൻ്റെ മുമ്പിൽ ഒളിച്ച് നടക്കുന്നവരായി മാറും. കാരണം എന്താണ്? അവരുടെ ഉള്ളിൽ നിന്ന് സ്നേഹം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നതാ. പ്രൈസ് ദി ലോർഡ്. ഒളിച്ച് നടക്കുന്നവരാരാണെന്നോ? ഉള്ളിൽ സ്നേഹമില്ലാത്തവർ മാത്രമേ ഒളിച്ച് നടക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഒരു കള്ളൻ ഒളിഞ്ഞു നടക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു കൊലപാതകി ഒളിച്ചു നടക്കുന്നത്? അവൻ്റെ ഉള്ളിൽ നിന്ന് സ്നേഹം നഷ്ടപ്പെട്ടു പോയി. സ്നേഹം എന്നെന്താണ്? സ്നേഹം എന്ന് പറയുന്നത് സ്വയം ശൂന്യവൽക്കരിക്കുന്ന തരത്തിലുള്ള ക്രിയാത്മകമായ പരിഗണനയാണ് എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. സ്നേഹത്തിനൊരു നിർവചനമേ സഭ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാ. 3 കാര്യങ്ങൾ അവിടെയുണ്ട്: സ്വയം ശൂന്യവൽക്കരണം, ക്രിയാത്മകത, പരിഗണന. സ്വയം ശൂന്യവൽക്കരണം എന്താണത്? അതാണ് നഗ്നനായി മാറുക എന്നത്. ഞാനിവിടെ മറക്കുന്നില്ല ഒന്നും. കുരിശിലേക്ക് നോക്കണം. സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ ഏറ്റവും വലിയ പാഠമാ. അതുകൊണ്ടാണ് സ്നേഹത്തിൽ നഗ്നത നാണമല്ല എന്ന് പറയുന്നത്. എവിടെ സ്നേഹമുണ്ടോ അവിടെ നഗ്നത നാണമാകില്ല. എവിടേക്കെല്ലാം നമ്മൾ ഒളിപ്പിച്ച് വയ്ക്കാൻ നോക്കുന്നുവോ, എപ്പോഴൊക്കെയെല്ലാം നമ്മൾ മറഞ്ഞ് നടക്കാൻ നോക്കുന്നുവോ, എപ്പോഴൊക്കെയെല്ലാം ഞങ്ങൾക്ക് നാണം വന്നു എന്ന് പറയുന്നുവോ, ആദിപിതാക്കൾ ആദവും ഹവ്വയും പറഞ്ഞു ഞങ്ങൾക്ക് നാണമായതുകൊണ്ടാണ് ഞങ്ങൾ ഒളിച്ചിരുന്നതെന്ന് പറയുമ്പോൾ അവർ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞു അതിനു മുമ്പ്. അതാണ് അതിൻ്റെ പ്രത്യേകത. സ്നേഹമാണ്. അതുകൊണ്ട് ആട്ടിപ്പായി ദൈവസന്നിധിയിൽ നിന്നും ഞാൻ മറഞ്ഞു നിൽക്കുന്നു. ഞാൻ എന്നെ തന്നെ എനിക്ക് ദൈവത്തിൻ്റെ അരികിലേക്ക് വരണ്ട. കാരണം എന്താണ്? എൻ്റെ ഉള്ളിൽ നിന്നും സ്നേഹം പോയി. മൃഗത്തിന് സ്നേഹിക്കാൻ പറ്റില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മൃഗത്തിന് സ്നേഹിക്കാൻ പറ്റില്ല. ഒരു മൃഗത്തിനെ കാണിച്ചു എന്ത് സ്നേഹം എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അത് സ്നേഹമല്ല, അത് ഇൻസ്റ്റിങ്റ്റീവായിട്ടുള്ള കാര്യമാണ്. അത് സ്വതവേ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് ഭക്ഷണം കിട്ടി അതിൻ്റേതായിട്ടുള്ളൊരു വിധേയത്വം എന്ന് വിചാരിച്ചാൽ മതി. വിധേയത്വമാണ്. വിധേയത്വം എന്ന സങ്കല്പം 3 തരത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. 3 തരത്തിലാണ് വിധേയത്വം വരുന്നത്. 1 സ്നേഹത്തിൽ, 2 ഭയം, 3 കടം. ആ ഏത് തരത്തിലാണ് നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം? നോക്കുക, ദൈവസന്നിധിയിൽ നിന്നും ഒളിച്ച് നടക്കുന്നവർ. പള്ളിയിൽ പോയിട്ട് എന്തിനാ? ജപമാല തുടങ്ങിക്കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മക്കളില്ലേ? അത് തീരണവരെയും എവിടെയെങ്കിലും നിന്നിട്ടും കയറി വരുന്നവരില്ലേ? പള്ളിയുടെ ദൈവികമായ പരിസരത്തേക്ക് കടന്നു വരാതെ മാറി നിൽക്കുന്നവരില്ലേ? ദേവാലയത്തിൻ്റെ ഉള്ളിൽ വരെ ഒന്ന് പ്രവേശിക്കാൻ വിമുഖത കാണിക്കുന്നവരില്ലേ? എന്താ കാര്യം? ഉള്ളിൽ നിന്നും നഷ്ടപ്പെട്ടത് സ്നേഹമാ. പാപം നമ്മളിൽ നിന്നും എടുത്തു കളയുന്നത് അതാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതെടുത്തു കളയും. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ ഉപയോഗിക്കുന്നവരായി മാറുന്നത്. ഇത്രയും നാളും എനിക്ക് ഇവളുമായിട്ട് കൂട്ടുവേണമായിരുന്നു. ഇനി ഞാൻ വേറൊരിടത്ത് ചെന്നപ്പോഴും ഞാൻ അവളെ ഒരുത്തിയെ കണ്ടു.
അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അവളുമായിട്ടും കൂട്ടാകാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ വേറൊരിടത്ത് ചെന്നപ്പോൾ വേറൊരുത്തിയെ കണ്ടു. ഞാൻ അവളുമായിട്ടും പിന്നെ അപ്പോൾ ഇവിടെ ഉണ്ടായോളൂ അവൾ നമ്മളെന്താ പറയുക, തേച്ചു. പച്ച മലയാളത്തിലൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണ് തേക്കുക, തേപ്പുക എന്നൊക്കെ പദങ്ങൾ. ഇതൊക്കെ ഇപ്പോഴൊരു നോർമാലിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക, സാധാരണ സംഭവമാണ്. അതൊക്കെ ഒരു സാധാരണതയായിട്ട് മാറിക്കഴിഞ്ഞു. വിവാഹമോചനമൊക്കെ സാധാരണമായി മാറിക്കഴിഞ്ഞു. എൻ്റെ ശാരീരികമായ ആവശ്യങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി നമുക്കിതാ 18 വയസ്സ് കഴിഞ്ഞു, നിനക്കും 18ആയി എനിക്കും 18ആയി, നമുക്ക് ഒന്നിച്ച് താമസിക്കാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലി, വിവാഹവും വേണ്ട ഒന്നും വേണ്ട. കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ദാഹം തീർന്നു, ആ വിശപ്പ് കെട്ടു. അതിനുശേഷം അടുത്ത ആളിൻ്റെ അടുത്തേക്ക് പോകുന്നു. മൃഗത്തിൻ്റെ സ്വഭാവമാണിത്. ഇത് മൃഗീയമായിട്ടുള്ള തലമാണിത്. ഇവിടെയും നമ്മൾ വ്യക്തികളെ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നിർജീവമായാൽ മാത്രം ഇത് സംഭവിക്കുന്ന കാര്യമാണ്. പാപം എത്രത്തോളം നമ്മുടെ ഉള്ളിൽ നിന്നും അവൻ പ്രവർത്തനം തുടങ്ങുന്നുവോ അത്രത്തോളം അവൻ നമ്മളെ ദൈവികവും സ്വർഗീയവും നന്മപരവുമായ കാര്യങ്ങളിൽ നിന്നും അവൻ നമ്മളെ കൊണ്ടുപോകും എന്നതാണ്. ഭാഷ നഷ്ടപ്പെട്ടു, കഴിവ് നഷ്ടപ്പെട്ടു, പ്രയത്ന ഫലങ്ങൾ അനുഭവിക്കാൻ പറ്റുന്നില്ല, അസ്വസ്ഥനായി മാറുന്നു, ദൈവസന്നിധിയിൽ നിന്നും ഒളിച്ചു നടക്കുന്നൊരവസ്ഥ വരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങണം. നമ്മളെ തന്നെ അങ്ങ് സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം എന്നതാ. നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് ഈശോയോട് ചേർന്ന് ഏത് അസ്വസ്ഥതയും ഉണ്ടായാലും ഏത് തീരുമാനമെടുക്കുന്നതിനും മുൻപ് 2 പ്രാവശ്യം നമ്മൾ ചിന്തിച്ചിരിക്കണം. ഇതൊരു തിന്മയെ ഞാനെടുത്ത് ഉള്ളിലേക്ക് വയ്ക്കാൻ പോകുകയാണോ, അതോ ഇത് ദൈവികമായ കാര്യമാണോ എന്ന് നോക്കുക. കായൻ്റെ മുമ്പിൽ ദൈവം വന്ന് വളരെ വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തതാണ്, പാപമാണ്, അത് പുറത്തുണ്ട്, നീ അതിനെ കീഴടക്കണം. അത് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൃഗമായി കഴിഞ്ഞു. കുടുംബങ്ങളുടെ തകർച്ചകളുടെയൊക്കെല്ലാം ആദ്യ കാരണം ഇത് തന്നെയാണ്. കുടുംബങ്ങളുടെ നമ്മുടെ കൂട്ടായ്മയുടെ തകർച്ചയും ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ കൂട്ടായ്മയിലും ഓരോ പ്രശ്നങ്ങളുടെയും കാരണങ്ങൾ ഇത് തന്നെയാണ്. കാരണം ഇവിടെ സ്നേഹത്തിനെതിരായിട്ടുള്ള പ്രവൃത്തികളായതുകൊണ്ടാണ്. ഭാഷ നഷ്ടപ്പെട്ടു. ഇനി അവസാനമേ ഇവിടെ കാണിക്കുന്നത് എന്താണെന്നറിയുമോ? ദൈവം എന്നിട്ടും അവനോട് കരുണയോടുകൂടെയാണ് പ്രവർത്തിക്കുന്നത്. ദൈവം എന്നിട്ടും കരുണയോടുകൂടിയാണ്. ദൈവം പറയുകയാണ്, നീ ചെയ്തിട്ടുള്ള പാപത്തിന് അതിൻ്റെ മറുപടി നൽകേണ്ടത് ഞാൻ തന്നെയാണ്, വേറെ ആരുമല്ല. അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ചേട്ടൻ ഒരു പാപം ചെയ്തെങ്കിൽ ആ ചേട്ടനെ വിധിക്കാനുള്ള അവകാശം എനിക്കില്ല എന്നതാണ്. ആ അവകാശം ദൈവത്തിന് മാത്രമാണ്. കായം പറയുന്നുണ്ട്, എന്നെ കാണുന്നവർ എന്നെ കൊല്ലും, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഭയമാകുന്നു. ദൈവം പറഞ്ഞു, നിന്നെ ആരും കൊല്ലില്ല, നീ ഭയപ്പെടേണ്ട. അങ്ങനെ അവനൊരു മുദ്ര വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇങ്ങനെ ഭാഷ നഷ്ടപ്പെട്ട് അസ്വസ്ഥതയുടെ തീരങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, അവർ തിന്മയുടെ വക്താക്കളെന്ന നിലയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾക്കാർക്കും അവരെ വിധിക്കുവാൻ ഒരവകാശവുമില്ല എന്ന കാര്യം ഓർക്കണം. അതുകൊണ്ടാണ് കുമ്പസാര കൂടെന്ന് പറയുന്നത് അത് വിധിയുടെ ഇടമല്ല. അങ്ങ് ആ ഇടത്തിലേക്ക്, ഒരു പുരോഹിതൻ്റെ അരികിലേക്ക് ഒരുവൻ, കർത്താവേ, പിതാവേ, ഞാൻ സ്വർഗത്തിനും അങ്ങേക്കുമെതിരായി പാപം ചെയ്തു പോയെന്ന് പറഞ്ഞു വരുമ്പോൾ ഒരു പുരോഹിതനും പോലും അവനെ വിധിക്കില്ല. ഒരു പുരോഹിതൻ പോലും വിധിക്കില്ല. കാരണം കുമ്പസാരക്കൂട് ദൈവത്തിൻ്റെ കരുണയുടെ ഇടമാണെന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ നമ്മൾ അറിയുകയാണ്, ആ വ്യക്തി പാപം ചെയ്തു, ഈ വ്യക്തി പാപത്തിലൂടെ അവസ്ഥയിലാണ്, അവൻ അങ്ങനെ ദുർമാതൃക നൽകിക്കൊണ്ട് ജീവിക്കുകയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാലും അവനെതിരെ ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ നമുക്ക് അവകാശമില്ല എന്ന കാര്യം ഓർക്കണം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലെ ഒരു കാര്യം ഈശോനാഥൻ പറയുന്നുണ്ട്. ഈശോനാഥൻ പരസ്പരം തിരുത്തുന്നതിനെ കുറിച്ചുള്ള രംഗത്തേക്കാണ്
ആ ഒരു സംഗതി കടന്നു വരുന്നത്. പരസ്പരം തിരുത്തുക. അവിടെ എന്താണ്? നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ സംസാരിക്കുക. എന്നിട്ടും അവൻ അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ രണ്ടുപേരുമായിട്ട് പോയി സംസാരിക്കുക. എന്നിട്ടും അംഗീകരിക്കുന്നില്ലെങ്കിൽ കൂട്ടായ്മയോട്, സമൂഹത്തിനോട് പറയുക. എന്നിട്ടും അവൻ അത് അംഗീകരിക്കുകയോ അനുസരിക്കുകയോ തെറ്റു തിരുത്തുവാൻ വേണ്ടി ഒരു മനസ്സും കാണിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഈശോ പറയുന്നത് എന്താണെന്നോ? അവൻ നിനക്ക് വിജാതിയനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ. വാട്ട് ഡസ് മീൻ ദാറ്റ്? എനിക്കെതിരെ തെറ്റ് ചെയ്തവനോട് ഞാൻ അനുരഞ്ജനത്തിന് ചെന്നു, അവൻ പാപാവസ്ഥയിൽ നിൽക്കുന്നു, ഞാൻ അവനോട് പോയി പറഞ്ഞു നമ്മൾക്ക് അനുരഞ്ജനപ്പെടാം, അവൻ നോ പറഞ്ഞു. രണ്ടുപേരുമായിട്ട് ചെന്നു, അവൻ നോ പറഞ്ഞു. സഭയോടും അവൻ നോ പറയുന്നു. എന്നിട്ട് ഈശോ പറയുന്നു അവൻ നിനക്ക് ചുങ്കക്കാരനെ പോലെയും വിജാതിയനെ പോലെയും ആയിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്നോ, ഈശോനാഥൻ എങ്ങനെയായിരുന്നു ചുങ്കക്കാരനോടും ഈ വിജാതിയരോടും പെരുമാറിയത്? ഈശോനാഥൻ ചുങ്കക്കാരനായ സഖ്യവൂസിനോട് എങ്ങനെയാണ് പെരുമാറിയത്? ഈശോനാഥൻ ചുങ്കക്കാരനായ ലേവിയോട് എങ്ങനെയാണ് പെരുമാറിയത്? ഈശോയ്ക്ക് കിട്ടിയ കുറ്റം എന്താണ്? കുറ്റാരോപണം എന്താണ്? ഇവൻ പാപികളോടും ചുങ്കക്കാരോടും കൂടി ഭക്ഷണം കഴിക്കുന്നവർ. അതായത് എന്നോട് തെറ്റ് ചെയ്യുന്നവനോട് ഞാൻ അനുകമ്പയോടുകൂടെ പെരുമാറണം. കാരണം ചുങ്കക്കാരനെ പോലെ കരുതുക. ഈശോ ചുങ്കക്കാരനെ പോലെ കരുതിയത് അവരുടെ അനുകമ്പയാണ്. വിജാതിയനോട് ഈശോയ്ക്കുണ്ടായിരുന്ന മനോഭാവം എന്തായിരുന്നു? സമരിയക്കാരിയോട്, സീറോ ഫിനിഷ്യൻ സ്ത്രീയോട്, രാജസേവകനോട്, ഈശോയ്ക്ക് ശതാധിപനോട് ഈശോയ്ക്കുണ്ട്. അവരെല്ലാം വിജാതിയരായിരുന്നല്ലോ. അവരോട് ഈശോയ്ക്കുണ്ടായ മനോഭാവം എന്തായിരുന്നു? കരുണയായിരുന്നു, അനുകമ്പയായിരുന്നു, ആർദ്രതയായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ തിന്മയുടെ പാതകളിലൂടെ സഞ്ചരിക്കുന്നവരാണ് എന്ന് നമ്മൾക്ക് ബോധ്യമുണ്ടായിട്ടും അവർ ദൈവികതയിലേക്ക് വരുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്താൽ അവരെ കുറ്റപ്പെടുത്തുകയും അവരെ ഒറ്റപ്പെടുത്തുകയുമല്ല ചെയ്യേണ്ടത്. അവരിൽ ദൈവം ഒരു മുദ്ര വച്ചിട്ടുണ്ട്. കായേന് നൽകിയ അടയാളം എന്ന പോലെ ആ അടയാളം നമ്മൾ തിരിച്ചറിയണം. അവരോട് കരുണയോടുകൂടി നമ്മൾക്ക് പെരുമാറാൻ സാധിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതാണ് ക്രൈസ്തവന്റെ കടമ എന്ന് പറയുന്നത്. എൻ്റെ സ്വരം ശ്രവിക്കാത്തവനോട്, എൻ്റെ ചിന്തകളോട് ചേർന്ന് നിൽക്കാത്തവനോട്, സഭയുടെ പഠനത്തോട് അടുക്കാത്തവനോട്, പള്ളിയിൽ വരാത്തവനോട്, പലരെയും മോശമായ രീതിയിൽ അസഭ്യങ്ങൾ പറഞ്ഞു നടക്കുന്നവനോട് നമുക്കറിയാം അവൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് തിന്മയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ വിധിക്കുവാൻ നമുക്ക് അവകാശമില്ല എന്നത് തന്നെയാണ്. നമ്മൾ അവനിൽ ദൈവത്തിൻ്റെ അടയാളം ദർശിക്കണം. അവനോട് കരുണയോടുകൂടി പ്രവർത്തിക്കണം. ഇനി ഓർക്കുക, അങ്ങനെയുള്ളവർ എത്തപ്പെടുന്നത് എവിടെയാണെന്നറിയാമോ? നോക്കണം. കായൻ ഇതിന് ശേഷം എവിടെയാണ് എത്തപ്പെട്ടത്? വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് എന്താണെന്നോ? പിന്നീട് അവൻ അവിടെ നിന്നും പോയി നോദ് ദേശത്ത്, കായൻ കർത്താവിൻ്റെ സന്നിധി വിട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് വസിച്ചു എന്നാണ് പറയുന്നത്. എന്താണ് നോദ് ദേശം എന്ന് പറയുന്നത്? നോദ് എന്ന വാക്കിൻ്റെ അർത്ഥം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവർ എന്നാണ്. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരുടെ ഇടം. അതായത് ഇവനിപ്പോൾ എങ്ങനെയുള്ളവനാ? ഇവൻ ഇപ്പോൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവനാ, അസ്വസ്ഥനായി നടക്കുന്നവൻ. അസ്വസ്ഥതയുള്ളവരുടെ കൂട്ട് അസ്വസ്ഥതയായിരിക്കും. കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നവൻ്റെ കൂട്ട് കഞ്ചാവും മയക്കുമരുന്നുമുള്ളവരുടെ കൂട്ടം തന്നെ ആയിരിക്കുള്ളൂ. അവർ ആ നോദ് ദേശമാ. മദ്യപൻ്റെ കൂട്ട് മദ്യപൻ തന്നെ ആയിരിക്കുകയുള്ളൂ. വ്യഭിചാരിയുടെ കൂട്ട് വ്യഭിചാരി തന്നെ ആയിരിക്കുകയുള്ളൂ. കൊലപാതകിയുടെ കൂട്ട് കൊലപാതകത്തിൻ്റെ ചിന്തകളുള്ളവൻ്റെ കൂടെ ആയിരിക്കുകയുള്ളൂ. ഇതാണ് അതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. ഏത് തരത്തിലാണ് നിൻ്റെ ഭാഷ, ആ ഭാഷയിൽ നിന്റെ സൗഹൃദത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുകയുള്ളൂ. എല്ലാം തുടങ്ങുന്നത് ഭാഷണത്തിൽ നിന്നാണ് എന്ന കാര്യം ഓർക്കണം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ശുദ്ധീകരിക്കുന്നത് നമ്മുടെ ഭാഷകളിലൂടെയാണ്. നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്നതാണ് നമ്മളെ അശുദ്ധമാക്കുന്നതെന്ന് ഈശോനാഥൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ നിന്നും എന്താണ് വരുന്നത്?
നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നതല്ല, ഭക്ഷണങ്ങളോ ഒന്നുമല്ല. നമ്മുടെ ഭാഷ ആദ്യം വരുന്നത്, നമ്മുടെ ചിന്തകൾ ഭാഷണങ്ങളായിട്ടാണ് പുറത്തു വരുന്നത്. അവിടെ നന്മയുണ്ടോ, അവിടെ ദൈവികതയുണ്ടോ, അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി സംഭവിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് ധ്യാനിക്കണം, വിചിന്തനം ചെയ്യണം. നമ്മുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ തന്നെ എല്ലാം തുടങ്ങേണ്ടത് അവിടെ നിന്നാ. അസഭ്യങ്ങളും അശ്ലീലതകളുമുള്ള പദങ്ങളുണ്ടോ? ഓർക്കുക, എവിടേക്കെയോ മൃഗം അതിൻ്റെ മുട്ടയിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. പാപം വാതിക്കെ തന്നെ പതിയിരിക്കുന്നുണ്ട്. നമ്മൾ കയർക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരാണോ? പെട്ടെന്ന് എന്ത് കാര്യം വന്ന് ദേഷ്യപ്പെടുകയും കയർക്കുകയും ഷൗട്ട് ചെയ്യുകയും ഇടിക്കുകയും എല്ലാം ചെയ്ത് കയ്യേറ്റമൊക്കെ നടത്തിയതിന് ശേഷം അങ്ങനെയുള്ളവരാണോ? ഓർക്കണം, ശാന്തത നഷ്ടപ്പെട്ടവരാണോ? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവിടെ ഇല്ല എന്ന് തന്നെയാ. തിന്മയുടെ തന്മാത്രകൾ അവിടെ കടന്നുകൂടിയിട്ടുണ്ട് എന്നത് തന്നെയാ. നമ്മുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഫലം നമുക്ക് അനുഭവിക്കാൻ സാധിക്കാതെ വരുന്നുണ്ടോ? നമ്മുടെ കഴിവുകളുടെ നമുക്ക് പൂർണ്ണമായി വിനിയോഗിക്കാൻ പറ്റാതെ പോകുന്നുണ്ടോ? ഓർക്കുക, തിന്മയുടെ തന്മാത്രകൾ തന്നെയാണത്. നമ്മുടെ ബന്ധങ്ങൾ ശാശ്വതമായി നമുക്ക് കൊണ്ടുപോകാതിരിക്കാൻ പറ്റുന്നുണ്ടോ? ചില ബന്ധങ്ങളെ യൂസ് ആൻഡ് ത്രോ എന്ന രീതിയിലുള്ള ബന്ധങ്ങളായി മാറുകയാണെങ്കിൽ ഓർക്കുക, അതും തിന്മയുടെ കണികകൾ തന്നെയാ. നമ്മൾ അസ്വസ്ഥരായി കൊണ്ടിരിക്കുകയാണോ? നമ്മൾക്ക് ഒന്നിലും ഒരു ശ്രദ്ധയും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണോ നമ്മുടെ മനസ്സും ശരീരവുമൊക്കെ? എങ്കിലും ഓർക്കുക, അവിടെയും തിന്മയുടെ കണികകൾ തന്നെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളുടെയും വിപരീതമാണ് എന്നതാ. നല്ല ഭാഷ, നല്ല പ്രവർത്തനങ്ങൾ, നല്ല ചിന്തകൾ, നല്ല ബന്ധങ്ങൾ, നല്ല ചേർത്ത് നിർത്തലുകൾ, നല്ല ആശയങ്ങൾ, സ്നേഹത്തിൻ്റെതായിട്ടുള്ള എല്ലാ തലങ്ങളും, ശൂന്യവൽക്കരണവും ക്രിയാത്മകതയും പരിഗണനയും അത് നമ്മളിലേക്ക് നൽകും. ഒന്നും മറച്ചു വയ്ക്കാനില്ലാത്തൊരവസ്ഥ. അതൊരു തുറവിയാ. ആ തുറവി സ്വർഗത്തിനോടുള്ള തുറവിയാ, തിന്മയോടുള്ള ലാല. ദൈവം നമ്മളോടും ഓരോ നിമിഷവും പറയുന്നുണ്ട്. ഓരോ ചിന്തയുടെ മുമ്പിലും, ഓരോ തീരുമാനം എടുക്കുമ്പോഴും നമ്മൾ സൂക്ഷിക്കണം, പുറത്ത് പാപമുണ്ട്. ഈ തീരുമാനത്തിലൂടെ എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് ആ മൃഗം കടന്നു വരികയാണെങ്കിൽ ആ തീരുമാനത്തിനോട് നോ പറയാനുള്ള ശക്തിയും ആർജവവും നമുക്ക് തന്നെ ഉണ്ട് എന്ന കാര്യം ഓർക്കണം. അത് നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ തന്നെ അതിന് നമ്മൾ തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കണം. നോ പറയേണ്ടയിടത്ത് നോ പറയണം. ഇനി അഥവാ നമ്മൾ വീണു പോയിട്ടുണ്ടെങ്കിൽ, അഥവാ നമ്മളിലെ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കുക, തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി നമുക്കുണ്ട്. ഒരു കുമ്പസാരം മാത്രം മതി, ഒരു ഏറ്റുപറച്ചിൽ മാത്രം മതി. എൻ്റെ പിതാവേ, സംഭവിച്ചു പോയി,